മുൻപൊരിക്കലുമില്ലാത്ത രാഷ്ട്രീയ ചൂടുപേറിയാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം കടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമി ഫൈനൽ പോരാട്ടമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. എന്നാൽ ഇത്തവണ പതിവ് സാഹചര്യത്തിൽ നിന്നും മാറ്റമുണ്ട്. 10 വർഷമായി UDF പ്രതിപക്ഷത്താണ്. വീണ്ടും ഭരണ തുടർച്ചയെന്ന വിശ്വാസത്തിലാണ് LDF ഉള്ളത്. 6 സീറ്റെങ്കിലും നിയമസഭയിൽ നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് BJPയുടെ പ്രവർത്തനം. ഈ 3 കാര്യങ്ങളും മുൻപില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചൂടിന് എല്ലാ പാർട്ടികൾക്കും പൊള്ളലേറെയുണ്ട്. ഇതിലെ മേൽക്കൈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കുതിച്ചിറങ്ങുവാനുള്ള ഊർജ്ജമാകുമെന്ന് LDFനും UDFനും അറിയാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റിൽ വിജയിച്ചത് UDF ആയിരുന്നു. ആ തിരിച്ചടിയിൽ നിന്നും LDF കരകയറിയത് 2020 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. വലിയ മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിൽ LDF നേടി. ആ ഊർജത്തിൽ നിന്നാണ് തുടർഭരണത്തിലേക്ക് LDF എത്തിയത്. അതിന് തനിയാവർത്തനം ഉണ്ടാക്കുവാനാണ് ഇത്തവണയും LDF ഒരുങ്ങുന്നത്. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 2019 അതേ അനുഭവമാണ് LDFനുണ്ടായത്. അതിനൊരു മാറ്റമുണ്ടാക്കുവാൻ ഈ സെമി ഫൈനൽ മത്സരത്തിലൂടെ കഴിയണം. അതേസമയം 2019 നേട്ടത്തിൽ അഭിരമിച്ച UDFന് പിന്നീടുണ്ടായ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭയിലും തിരിച്ചടിയുണ്ടായത് അവർക്കൊരു പാഠമായിരുന്നു. അതുണ്ടാകാതിരിക്കുവാനുള്ള ജാഗ്രതയും ജയമുറപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമാണ് UDF ഈ തിരഞ്ഞെടുപ്പിൽ സ്വീകരിക്കുന്നത്. തദ്ദേശം പിടിച്ചാൽ നിയമസഭയും നേടാമെന്ന ഉറപ്പ് മുന്നണികൾക്ക് വേണ്ടതില്ലെന്ന ജനവിധിയും ഉണ്ടായിട്ടുണ്ട്. 2010 ഇടതുകോട്ടകൾ തകർത്തുകൊണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന്റെ മുന്നേറ്റം. 4 കോർപ്പറേഷനുകളിൽ 2 UDFനായിരുന്നു. എറണാകുളം തിരിച്ചു പിടിച്ചത് 3 പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരുന്നു. അന്ന് ആകെയുണ്ടായിരുന്ന 57 നഗരസഭകളിൽ 31 UDF പിടിച്ചു. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് കടന്നുകയറുകയാണ് ഉണ്ടായത്. 2 MLAമാരുടെ ഭൂരിപക്ഷത്തിലാണ് അന്ന് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേറ്റത്. BJP നിർണായകമാകുമെന്ന പ്രത്യേകതയും ഈ തിരഞ്ഞെടുപ്പിനുണ്ട്. കഴിഞ്ഞ 3 തദ്ദേശ തിരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ വ്യക്തമായ മുന്നേറ്റം സ്ഥിരതയോടെ നിലനിർത്തുവാനായി BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാട്, പന്തളം നഗരസഭകളിൽ ഭരണം നേടുകയും തിരുവനന്തപുരം കോർപ്പറേഷനിൽ 2ാം സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിയിലാണ് BJP ഉള്ളത്. 2016 നിയമസഭയിലേക്ക് ആദ്യമായി BJP പ്രതിനിധിയുണ്ടായി. 2021 അത് നഷ്ടമായെങ്കിലും 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വിജയം കണ്ടു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 1ാം സ്ഥാനത്താണ്. അതിനാൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് അക്ഷരാർത്ഥത്തിൽ സെമി ഫൈനൽ മത്സരമായി ഏറ്റെടുക്കുന്നത് BJP ആണ്. തദ്ദേശ തലത്തിൽ പരമാവധി അംഗങ്ങളും വോട്ട് വിഹിതവും സ്വന്തമാക്കണം. അതുവഴി നിയമസഭാ തെരഞ്ഞെടുപ്പാകുന്ന ഫൈനൽ റൗണ്ടിലേക്ക് കുറഞ്ഞത് 6 സീറ്റിലെങ്കിലും വിജയം. അതിനാൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറുമൊരു സെമി ഫൈനൽ മത്സരം മാത്രമല്ല, 3 മുന്നണികൾക്കും കൃത്യമായ ലക്ഷ്യങ്ങളുള്ള ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. തിരഞ്ഞെടുപ്പിലെ മേൽക്കൈ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കുതിച്ചിറങ്ങുവാനുള്ള ഊർജ്ജമാകുമെന്ന് LDFനും UDFനും നന്നായി അറിയാം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.